എന്താ പറയാ, ഇതാണ് മക്കളെ 2K കിഡിനെ കല്യാണം കഴിച്ച 90s കിഡിന്റെ അവസ്ഥ. ബാത്റൂമാ. എന്റെ ബുദ്ധിന്റെ ലെവലിലേക്ക് വരൂ. ഞാൻ എത്രയെന്ന് വെച്ചാൽ നിന്റെ ലെവലിലേക്ക് ഇങ്ങനെ താഴ്ന്നു വരും. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ പുതിയൊരു വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ ചലഞ്ച് വീഡിയോസ് ആണ് വേണ്ടത്. എല്ലാരും പറയണേ ചലഞ്ച് വീഡിയോസ് ചെയ്യോന്ന്. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മാത്രമല്ല അങ്ങനെ ഞങ്ങൾ കുറേ പേജസും കാര്യങ്ങളൊക്കെ നോക്കി, ഇതേപോലെ ചലഞ്ചസ് ഒക്കെ. പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പരിമിതികളുണ്ട് അല്ലേ? അടിപൊളിയാക്കും ഇൻഷാല്ലാ. സോ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ ഈ തലക്കകത്ത് നിന്ന് വന്നൊരു ഐഡിയ ആണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ എന്താണ് കസിൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്നൊക്കെ കളിച്ചിരുന്ന ഒരു കളിയാണ്. അതായത് ഫിലിമിൻ്റെ പേര് ഗസ് ചെയ്യാം. എല്ലാവർക്കും അതറിയാം, ഫിലിം ചലഞ്ച്. അപ്പോൾ അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം എങ്ങനെയാണ് കളിക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ. അവളൊരു ഫിലിമിൻ്റെ പേര് അഭിനയിച്ച് കാണിക്കും, ഞാനത് ഗസ് ചെയ്യാം. അവൾ ടൈമർ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് ഒരാൾക്ക് 5 അല്ലേ? അതിന് മതി. അതായത് 5 അതായത് ഒരാൾക്ക് 5 ഞാൻ കാണിക്കാം. ടൈമർ കൊടുക്കാം. ഒരാൾക്ക് 1 മിനിറ്റ്. 1 മിനിറ്റിനുള്ളിൽ ആ പടം ഗസ് ചെയ്തിട്ട് ടഫായിട്ടുള്ളൊന്നും പറ്റൂല കേട്ടോ. നോക്കാം. വലിയ കടുകട്ടിയുള്ള സിനിമ 2K കിഡൊക്കെ എന്താ പറയാ, അവരാണെങ്കിൽ വരെ ഇംഗ്ലീഷ് പേരൊക്കെ പറയാം. പിന്നെ റൂള് ഓൺലി മലയാളം. ഓക്കെ, ഓൺലി മലയാളം ഫിലിം, ഇംഗ്ലീഷ് വേർഡൊക്കെ ആവാം. ഓക്കെ, ഇവള് ക്ലൂ ഒക്കെ കാണിച്ചോ. കടിച്ചാ പൊട്ടാത്ത ഓരോ ഫിലിമിന്റെ പേരൊക്കെ പറയും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും മലയാളം വേർഡ് ആയിരിക്കും, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് മക്കളെ 2K കിഡിനെ കല്യാണം കഴിച്ച 90s കിഡിന്റെ അവസ്ഥ. നോക്ക്, ഇങ്ങനെ കാണിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോഴേ അങ്ങനെ തന്നെ. നിങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മലയാളം വേർഡ്, ഇങ്ങനെ ആണെങ്കിൽ ഡബിൾ ആണെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്. ഓക്കെ, പിന്നെ എത്ര ഫിലിമിന്റെ എത്ര വാക്കുണ്ടെന്ന് കാണിക്കണം. ഞാൻ ചോദിക്കും എത്ര വേർഡ് ഉണ്ട് എന്ന്. അതൊക്കെ നോർമലി 2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാൻസ് ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആര് തുടങ്ങും? അഭിനയിച്ചോളൂ. ഞാൻ അഭിനയിക്കാം. ഓക്കെ, ടൈമർ എടുക്കട്ടെ. ഒരാൾക്ക് എത്ര മിനിറ്റാ? 1 മിനിറ്റ്. അപ്പൊ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഈ സ്ക്രീനിൽ അഭിനയിച്ചാ മതി. ചന്ദ്രൻ, കട്ട്, ചാന്തുപൊട്ട്. ബുദ്ധിണ്ട്. അല്ല ഇതെന്തപ്പോ? ഞാൻ അത് ചന്ദ്രനൊരു ചാ വെച്ചിട്ട് മുറിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ല. അപ്പൊ ഞങ്ങളൊക്കെ കളിക്കുമ്പോ ഞങ്ങളിങ്ങനെ ഓരോ വേർഡ്, ഇപ്പൊ ചാന്ത് പൊട്ടുന്ന സിനിമ ഉണ്ടെങ്കിൽ അതിൽ ഓരോ വാക്ക് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ചാ വരുന്ന എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് മുറിക്കാൻ പറയും. അപ്പൊ ചാ നിങ്ങൾക്ക് മനസ്സിലായോ? 2K കിഡിന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഞാൻ ലീഡ് ചെയ്തോണ്ടിരിക്കട്ടെ. 1-0. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ ഇട്ട് തന്നതാ. ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയാം. പറയും. മാല, താലി, കല്യാണം, കല്യാണരാമൻ അല്ലേ? ഇതൊക്കെ നിസ്സാരം. ഇട്ടിട്ട് അത് ഞാൻ ഓഫ് ആക്കിയപ്പോഴേ പോസ്റ്റിലേക്കാണ് സ്റ്റോപ്പിലാവും. അപ്പൊ 1-1 കേട്ടോ. എന്റെ ടീമിലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളൂ ഞാൻ ജയിക്കാൻ. അപ്പൊ 1-1 കേട്ടോ. അപ്പോ അടുത്തത് ഫസ്റ്റിന്റെ ചാൻസ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
സിമ്പിളാണ്, കുറച്ചും കൂടി ടഫായിട്ടുള്ള കൊടുക്കണേന്ന്. ആ സിമ്പിളാണ്. ആകെ 5 സെക്കൻഡ് ഉള്ളിൽ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ടഫ് പിടിക്കും. ഗൈസ് 2-1 കേട്ടോ. ആദ്യമൊക്കെ പാവട്ട് കൊടുക്കാം. കാണാം, നമുക്ക് കാണാം. അപ്പോ 2-1 കേട്ടോ. ഞാനാണ് ലീഡ് ചെയ്യുന്നത്, അജ്മൽ. അപ്പോ അടുത്ത എന്റെ ചാൻസ് അല്ലേ? ഓക്കെ, ടൈമർ ഇട്ടു. കാണിക്കേ. മുടി, രോമം, തല, പുലിവാൽ, മുട്ട, നര, നരസിംഹം. ഇത് വളരെ സിമ്പിൾ ആയി പോയിട്ടെ ഈ ഗെയിം. ഇങ്ങനെ ഒരു തോൽവി എന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ലല്ലോ. മുടി ഉണ്ടെങ്കിലല്ലേ നരള്ളൂ. അപ്പോ ഗായ്സ് 2-2 കേട്ടോ. ഇനി 3 ചാൻസേ 2 പേർക്കുള്ളൂ. ആര് ഫസ്റ്റ് ഇതാവണോ അവര്, ആര് ഫസ്റ്റ് 5 അടിക്കണോ അവര് വിന്നർ കേട്ടോ. ഞാൻ തന്നെ. അടുത്ത ഫസ്റ്റിന്റെ ചാൻസ് ആണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. മാന്, പഞ്ചാബി ഹൗസ്. അല്ല അതെന്താ? അത് ആ തലയെ കെട്ടില്ലേ മറ്റേ സാധനം, അതിനാണ് ഈ ഇങ്ങനെ കാണിച്ചത്. ഗൈസ് ഇത് ഞാൻ പുഷ്പം പോലെ ചോദിക്കട്ടോ. അപ്പോ 3-2 വീണ്ടും ഞാൻ ലീഡ് ചെയ്തെടുക്കുന്നു. അടുത്ത് ഫസിക്കുള്ള ചാൻസ്. 1 കണ്ണാടി, 1 കാണാനോ, 1 നോക്കി, 1 ഒരു വടക്കൻ സെൽഫി. ഇത് വളരെ സിമ്പിൾ ആണ് ഗെയിം. ഇത് രസമില്ല. സിമ്പിൾ നല്ല ടഫാ. ഇത് രസമില്ല. ഇപ്പൊ 3-3 കേട്ടോ. ഇനി 2 ചാൻസേ ഉള്ളൂ. നോക്കാം. ഫസ്റ്റിന്റെ ചാൻസ് ആണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആകാശം, ഉമ്മല്ല, ഊമ, ആകാശം, ആകാശദൂത്. ഇതെന്താ? അത് ദൂത്. ദൂത് വേറെ എങ്ങനെ ദൂത് അയക്കാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉമ്മക്കാണ് ആകാശദൂത്. ഓക്കെ, ആകാശം. എന്ത്? ആരാ അവിടെ? ആരാ? ആകാശം ഉണ്ടോ? എഴുത്ത്. ആകാശ് എന്തിങ്ങനെ കാണിച്ച എനിക്കറിയാം. പിന്നെ ഞാൻ പടത്തിന്റെ പേരൊന്നും നമുക്ക് കിട്ടൂലേ? നല്ല പോലെ കാണിക്കുന്ന വേണ്ട വെച്ചിട്ട് കാണിക്കണേ. അവിടെ, അക്കരെ, ബെഡ്, ബാത്റൂം. ഇനി ഇങ്ങനെ കാണിച്ചാല് അവിടെ ബാത്റൂം.
1 കത്ത് എഴുത്ത് എഴുത്ത്. അങ്ങനെ സമയം കളയാൻ വേണ്ടി നോക്കട്ടെ. വേഗം പറയും. ഈ 1 മണിക്കൂറാട്ടിക്കണത് എടി പൊട്ടത്തെ ടൈമർ 1 മണിക്കൂറാട്ടിക്കണേ. കള്ളക്കളി പഠിച്ച കള്ളിയാ. അപ്പൊ കേട്ടോ നമുക്ക് അവസരം തന്നു കണ്ടുപിടിക്ക്. അല്ല അത് ബാത്റൂമാ. 1 അവിടെ അക്കരെ ദൂരെ ചുമര് ഞാൻ പണ്ടത്തെ ഞാൻ. എന്റെ പാപ്പ നിങ്ങളുണ്ട് ടോപ്പ കറിട്ട് പറയും. എഴുതി പാട്ട് ഗാനം. നിങ്ങളെന്റെ സമയം കളയാൻ എനിക്ക് മനസ്സിലായി. എഴുതി കത്ത് പാട്ട്. സമയം അയാൾ കഥ എഴുതുകയാണ്. അയാൾ നല്ല പിന്നെ ഞാൻ അവിടെ വേറെ ആരുമില്ലല്ലോ. അതാണ് ഞാൻ എന്നെ ചൂണ്ടിട്ട് ഇങ്ങനെ ഞാൻ ജയിച്ചു. അപ്പോ എത്രയായി? ജയിച്ചിട്ടില്ല. 4-4. ഗൈസ് ലാസ്റ്റ് അവസരം 2 പേർക്ക് നോക്കാം. ഫുള്ള് മൊത്തം ആകെ ഞാൻ നീ നീയൻ സ്വന്തം നീ എല്ലാം നീ ഹിന്ദിയാണ്. 3 അക്ഷരം 3 വീടുണ്ട്. മലയാളം ഫസ്റ്റത്തെ കഥ ഇംഗ്ലീഷ് മലയാളം രണ്ടാമത്തത് നീ നിങ്ങൾ അയാൾ എന്ത് നിന്റെ പോയത് അല്ല നിന്റെ ഓക്കെ ഇതെന്താ എന്നാണ് എന്നും എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അപ്പൊ എന്നും അല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നില്ല ഇങ്ങനെ എന്താ ഇത് കള്ളക്കളി ഇത് ഞാൻ എന്നുള്ളതിന് ഇങ്ങനെ എന്നും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇത് എന്നുണ്ടോ അങ്ങനെയൊക്കെ ഇത് കള്ളക്കളിയാ. ഞാനില്ല അത് കള്ളക്കളിയാ. ഇത് ശരിക്കുള്ള കളിയാ. എന്നും നിന്റെ മൊയ്തി എന്ന് പറയുന്നത് ഒരു ബന്ധമില്ല സാധനം ഇങ്ങനെയാണിങ്ങനെ എന്നും അത് എന്നും ഇതെന്ന് ഇന്ന് കാണിച്ചല്ലോ. ഓ കത്ത് തെണ്ണു മനുഷ്യ. ഓക്കെ എന്നാ വേറെ കാണിക്കാം. ജയിച്ചോ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങള് കാണിക്കണം. എന്ന് ഇനി നിങ്ങള് കാണിക്കും. ഞാൻ സമയം പോണ്ട്. ആകാശം മേലെ 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 കടലോ 4 വാക്കുണ്ട്. മേലെ ആകാശം അല്ല മേലെ മേലെ 3ാമത്തെ വാക്ക് പോലീസ് ഗുണ്ട 4 വാക്ക് 4ാമത്തെ എന്ത് കൊടം വീട് മേലെ വീട് മേലെ വീട്ടിലെ ഞാൻ ജയിച്ചു.
മേലെ പറമ്പിൽ ആൺവീട്. നിങ്ങൾ ആണെയാണ് കാണിച്ചത്. ബുദ്ധിയില്ലേ? നിങ്ങൾ പറമ്പ ഇത് കാണിച്ചേ. ആ പറമ്പിന് പിന്നെ എന്താ കാണിക്ക ഗൈസ്? അപ്പോ ഞാനാണ് ഏറ്റവും ബുദ്ധിയുള്ള ആള്. വിട്ടുകൊടുത്താണ് പാവല്ലേ, ഞാൻ വിട്ടുകൊടുത്തു. ഞാനാണ് ഏറ്റവും ബുദ്ധിയുള്ളതെന്ന് വീണ്ടും വീണ്ടും ഞാൻ തെളിയിച്ചിരിക്കുന്നു. ഞാൻ വിട്ടുകൊടുത്താണ് കേസ്. പാവല്ലേ, ഭർത്താക്കന്മാർക്ക് നമ്മൾ വിട്ടുകൊടുക്കണല്ലോ, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തതാ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജയിച്ചേനെ. അത് ഈ ക്യാമറ ഓൺ ആക്കിയോണ്ട് മാത്രമേ ഇങ്ങനെ പറയൂ. ഞങ്ങൾക്ക് സിമ്പിൾ സിമ്പിൾ വന്നിട്ട് നിങ്ങൾ എനിക്ക് ടഫ് ടഫ് വന്നിട്ട്. എന്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ളതല്ലേ ഈ പറയുള്ളൂ. ആ മേലെ പറമ്പിലൊന്നും എനിക്ക് അറിയില്ലല്ലോ. സംഭവം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഗെയിമാണ്. ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നി ഗെയിം. അപ്പോൾ പിന്നീട് ഒരിക്കൽ എൻ്റെ ബുദ്ധിൻ്റെ ലെവലിലേക്ക് വരൂ. ഞാൻ നിൻ്റെ ലെവലിലേക്ക് താഴ്ന്നേക്കാണ് നല്ലത് ഈൻ്റെ ബുദ്ധിൻ്റെ ലെവലിലേക്ക് വരും. ഞാൻ എത്രയെന്ന് വെച്ചാൽ നിൻ്റെ ലെവലിലേക്ക് ഇങ്ങനെ താഴ്ന്നു വരും. സോ എൻ്റെ ബുദ്ധിയോട് ബുദ്ധിക്ക് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഗെയിമായിട്ട് വരും കുട്ടി. ഞാൻ ഇത്രയും എൻ്റെ തലച്ചോറ് വർക്കായിട്ടില്ലേ ശരിക്കും. വേണ്ട, അത് വേണ്ട. അപ്പോൾ കുറേ ചലഞ്ചസ് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. കുറേ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിമിതികൾ ഉണ്ടായതുകൊണ്ടാണ്. കുറേ പേര് മറ്റേ ഈറ്റിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനും ആ ഒരു അഭിപ്രായക്കാരനാണ്. കാരണം എങ്ങാനും മീൻ കഴിക്കുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മീൻ കഴിക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്നെ കൊണ്ട് മീൻ കഴിപ്പിക്കുമെന്ന് എനിക്കറിയാം. സോ അതിന് വെറൈറ്റി ചലഞ്ച് ഉണ്ട്, നെയിം ഈറ്റിംഗ് ചലഞ്ച്. നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്താ? അതിപ്പോ ഒരാളെ പേര് പറയും, അവിടെ ആ പേരിന്റെ അക്ഷരങ്ങൾ വെച്ചുള്ള ഫുഡ് കഴിക്കണം. അത് എനിക്ക് ചെലവാണോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ വളരെ ചെറുതാണെങ്കിലും ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചെങ്കിലും രസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അഭിനയിച്ച സമയത്ത് നിങ്ങൾക്ക് പേര് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. പക്ഷെ ഭയങ്കര സിമ്പിൾ സിനിമ പേരായിപ്പോയി. ഇനി ഞങ്ങൾ കുറച്ചും കൂടി പ്രിപ്പയർ ആയിട്ട് വരണം. അജിക്കാൻ എനിക്ക് തോപ്പിക്കണം. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്നെ തോപ്പിക്കാൻ മിനിമം ബുദ്ധി വേണം. സോ കറക്റ്റ് മറ്റില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.